സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കൊരുങ്ങി അമൃതപുരി. ആഘോഷങ്ങൾക്കായി അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് വിശാലമായ വേദിയും പന്തലും ഒരുങ്ങുന്നത്. ഈ മാസം 27-നാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങൾ. സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി ഏറെ വിശാലമായ ഒരു വേദിയാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുങ്ങുന്നത്. ഇതിന്റെ നിർമ്മാണ ജോലികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. 1 ലക്ഷം പേർക്കിരിക്കാവുന്ന തരത്തിൽ അതിവിശാലമായ പന്തലാണ് ഒരുങ്ങുന്നത്. പ്രധാന വേദിയിലെ പന്തലിനു പുറമെ ഇരുവശങ്ങളിലുമായി അമൃതാനന്ദമയി മഠത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന പ്രദർശന സ്റ്റാളുകളുമുണ്ട്. 140 അടി നീളത്തിലും 35 അടി വീതിയിലുമാണ് പ്രധാന വേദി. ജന്മദിനാഘോഷ ദിവസം അമ്മ പങ്കെടുക്കുന്ന പ്രധാന പരിപാടികളൊക്കെയും അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലെ ഈ പ്രധാന വേദിയിലാണ് നടക്കുക. അമ്മയുടെ ദർശനത്തിനായി എത്തുന്നവർക്ക് വേദിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇരുവശങ്ങളിലുമായി പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. സ്റ്റേജ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പരമാവധി ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലും വളരെ സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അതിനുള്ള. സാധാരണ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു 100 പേരോ 50 പേരോ ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്കൊരു 10-200 പേര് കയറി കഴിഞ്ഞാലും ഒന്നും പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റി കാര്യങ്ങളും സേഫ്റ്റിയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വർഷത്തെ പ്രോഗ്രാം നമ്മളൊരു കാർബൺ ക്രെഡിറ്റ് എടുക്കാനുള്ള അതിനനുസരിച്ചുള്ള റീയൂസബിൾ സാധനങ്ങളാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല. രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുക. വിവിധ ഗോത്രവിഭാഗങ്ങളുടെ വിശ്വശാന്തി പ്രാർത്ഥനകളും തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവ നടക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന, സംഗീതാർച്ചന എന്നിവയുൾപ്പെടെയുള്ള കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. അമൃതകീർത്തി പുരസ്കാര വിതരണം, നിർധനരായ യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം എന്നിവയും ഈ വേദിയെ ധന്യമാക്കും. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ച പ്രധാന വേദിയുടേതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഓരോ മേഖലയിലെയും വിദഗ്ധർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അമൃതപുരിയിൽ നിന്നും പ്രദീപ് ബാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.